हम लोग इस वक्त ISBT आनंद विहार के पास हैं और ये MCD के ट्रक आप देखिए गोल गोल घूम रहे हैं। ये लगातार सुबह से लेकर शाम तक, रात से लेकर सुबह तक इसी तरीके से यहाँ पे पानी का छिड़काव कर रहे हैं। आप देखिए ध्यान से, सिर्फ ये गोल गोल घूम रहे हैं। ആം ആദ്മി പാർട്ടി ഡൽഹി പ്രസിഡന്റ് സൗരഭ് ഭരദ്വാജ് പങ്കുവച്ച വീഡിയോ നോക്കൂ. ഈ ടാങ്കർ ലോറികൾ തുടർച്ചയായി വെള്ളം തളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ രണ്ടാമത്തെ ട്രക്കും ഇവിടെയുണ്ട്. തുടർച്ചയായി ഈ ട്രക്കുകൾ ഇങ്ങനെ വെള്ളം തളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ട്രക്കുകൾ ഇവിടെ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ഇത്? ഡൽഹി സർക്കാരിൻ്റെ ഒരു മലിനീകരണ നിരീക്ഷണ കേന്ദ്രം ഡൽഹിയിലെ ആനന്ദ് വിഹാറിലാണിത്. മലിനീകരണത്തിൻ്റെയും എയർ ക്വാളിറ്റി ഇൻഡെക്സ് റീഡിങ്ങുകളുടെയും അളവ് കുറയ്ക്കുന്നതിന് വേണ്ടി മലിനീകരണ നിരീക്ഷണ കേന്ദ്രത്തിന് ചുറ്റും ട്രക്കുകൾ വെള്ളം തളിച്ചുകൊണ്ടിരിക്കുന്നു. ഡൽഹിയിലെ BJP സർക്കാരിനെതിരെ വൻതോതിലുള്ള മലിനീകരണ ഡാറ്റ തട്ടിപ്പ് ആരോപണമാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലെ ആനന്ദ് വിഹാർ ISBT മലിനീകരണ നിരീക്ഷണ കേന്ദ്രത്തിന് ചുറ്റും രാവും പകലും വെള്ളം നിരന്തരമായി തെളിച്ച് എയർ ക്വാളിറ്റി ഇൻഡെക്സ്, വായു ഗുണനിലവാര സൂചിക റീഡിങ്ങുകൾ കൃത്രിമമായി കുറക്കാൻ ശ്രമിക്കുകയാണ് ഡൽഹി സർക്കാർ എന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം വെറും മണ്ടത്തരം, അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് ഭാരതീയ ജനതാ പാർട്ടി ഈ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. പക്ഷേ ആം ആദ്മി പാർട്ടി ഡൽഹി പ്രസിഡന്റ് സൗരഭ് ഭരദ്വാജ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആനന്ദ് വിഹാർ ISBT സ്റ്റേഷനിലെ സെൻസറുകൾക്ക് ചുറ്റും മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി ടാങ്കറുകൾ വെള്ളം തെളിക്കുന്നതാണ് വീഡിയോയിലുള്ളത്. ഇത് മലിനീകരണത്തെയല്ല നിയന്ത്രിക്കുന്നത്, പകരം ഡാറ്റ മാനേജ്മെൻ്റ് ആണെന്നാണ്, അല്ലെങ്കിൽ ഡാറ്റ മിസ്മാനേജ്മെൻ്റ് ആണെന്നാണ് ആം ആദ്മി വിശേഷിപ്പിക്കുന്നത്. ഇത്രയും വലിയ തട്ടിപ്പുകൾ നടത്തുന്നവർ ഡൽഹി സർക്കാരിലും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലും ഇരിക്കുന്നുണ്ടെന്ന് എങ്ങനെ ഈ പൊതുജനങ്ങൾ വിശ്വസിക്കുന്നുവെന്നാണ് ആം ആദ്മി ചോദിക്കുന്നത്. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇവർക്ക് വായുമലിനീകരണത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല. അവർ മലിനീകരണത്തിൻ്റെ ഡാറ്റ എങ്ങനെ കൃത്രിമമായി കാണിക്കാമെന്ന് മാത്രമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ദീപാവലിക്ക് വ്യാപകമായി പടക്കം പൊട്ടിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ സ്വാഭാവികമായ കാലാവസ്ഥയും കൂടിച്ചേർന്ന് ഡൽഹിയുടെ അന്തരീക്ഷം ആകെ മലിനമായ അവസ്ഥയിലാണുള്ളത്. ഈ സാഹചര്യത്തിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ക്രമാതീതമായി വർദ്ധിച്ചതോടെ ഇത് കൃത്രിമമായി റീഡിംഗ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ വെള്ളം തളിക്കലെന്നാണ് ആം ആദ്മി ആരോപിക്കുന്നത്. ഈ ടാങ്കറുകൾ ചുറ്റിക്കറങ്ങി വെള്ളം തളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ, ക്യാമറയിൽ പകർത്തിയതോടെ ടാങ്കറുകൾ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കമുള്ള ആം ആദ്മി നേതാക്കൾ ഈ ദൃശ്യം പുറത്തു വന്നതിനു പിന്നാലെ BJPക്കെതിരെ രംഗത്തെത്തി. പൊല്യൂട്ട് ദി എയർ, ഡൈല്യൂട്ട് ദി ഡാറ്റ, വായുവിനെ മലിനമാക്കുക, എന്നിട്ട് ഡാറ്റയെ നേർപ്പിക്കുക, ഇങ്ങനെ തുടങ്ങിയ വിമർശനങ്ങളാണ് ആം ആദ്മി ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലെ മലിനീകരണം കുറക്കാൻ BJP സർക്കാരിൻ്റെ പുതിയ നിഞ്ച ടെക്നിക്കാണിതെന്നാണ് മറ്റൊരാരോപണം. വായു വൃത്തിയാക്കുന്നതിന് പകരം ഡാറ്റയെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. പരിസ്ഥിതി മന്ത്രി മഞ്ജിന്ദർ സിംഗ് സിർസ ഈ വാദങ്ങളെല്ലാം മണ്ടത്തരമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ദൃശ്യങ്ങൾ കള്ളം പറയില്ലല്ലോ. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കേന്ദ്രമാണ് ആനന്ദ് വിഹാറിലുള്ളത്. വായു നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള ഡാറ്റകളാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് കാണിക്കാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ശനിയാഴ്ച അസാധാരണമായ രീതിയിലാണ് ഈ ഡാറ്റ കാണിച്ചത്. ഉച്ചയ്ക്ക് 3 മണിക്ക്, അതായത് MCD ടാങ്കറുകൾ സെൻസറുകൾക്ക് ചുറ്റും വെള്ളം തളിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് സാന്ദ്രത 736 ആയിരുന്നു. അടുത്ത 2 മണിക്കൂറിൽ ഇത് 291 കുത്തനെ കുറഞ്ഞു. വീണ്ടും 221 1 മണിക്കൂറിന് ശേഷം 103 കുറയുകയുണ്ടായി. അതേസമയം ഡൽഹിയിലെ മറ്റ് സ്റ്റേഷനുകൾ രേഖപ്പെടുത്തിയ എയർ ക്വാളിറ്റി ഇൻഡെക്സ് രേഖയേക്കാൾ വളരെയധികം താഴ്ന്ന ലെവലായിരുന്നു ഇത്. ഇതോടെ നഗരവ്യാപകമായി എയർ ക്വാളിറ്റി ഇൻഡെക്സ് മെച്ചപ്പെടുത്തുകയല്ല ചെയ്തത്, പകരം ആനന്ദ് വിഹാർ മോണിറ്ററിന് ചുറ്റും പ്രാദേശിക സ്വാധീനമുണ്ടാക്കുന്ന രൂപത്തിൽ വെള്ളം തളിച്ചതാണ് ഈ ഡാറ്റ കുറയാൻ കാരണമെന്ന് ആം ആദ്മി ആരോപിച്ചു. എന്നാൽ വെള്ളം തളിക്കൽ നിർത്തിയതോടുകൂടി വൈകുന്നേരം 4 മണിയോടെ ഈ അളവ് 54% വീണ്ടും വർദ്ധിക്കുകയും ചെയ്തു. നിരവധി മാലിന്യ കൂമ്പാരങ്ങൾ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ആനന്ദ് വിഹാർ. അവിടെ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിലൂടെ ഡൽഹിയിലെ വായുവിൻ്റെ ഗുണനിലവാരം വീണ്ടും വഷളായൊരു സാഹചര്യത്തിലാണ് ഇത്തരം പ്രവൃത്തി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതാണ് വിവാദമായതും.